ഇന്തോനേഷ്യയുടെ ഭാഗമായ 17,508 ദ്വീപുകളിലൊന്നാണ് കൊമോഡോ. 2000-ലധികം ജനസംഖ്യയുള്ള ഈ ദ്വീപ് ഭൂമിയിലെ ഏറ്റവും അപകടം നിറഞ്ഞ ദ്വീപുകളിലൊന്നാണ്. അതിനുള്ള കാരണമാണ് കൊമോഡോ ഡ്രാഗൺ എന്ന ഭീകരജീവികൾ. പല്ലിവർഗത്തിലെ ഏറ്റവും വലിയ പല്ലിയാണ് കൊമോഡോ ഡ്രാഗണുകൾ. ഇന്തോനേഷ്യയിലെ കൊമോഡോ, റിംബ, ഫ്ലോറസ് തുടങ്ങിയ ദ്വീപുകളിലായാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത്. കാടുകളിൽ വസിക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ കൊമോഡോ ഡ്രാഗണുകൾക്ക് ഏകദേശം 3 മീറ്റർ നീളവും 70 കിലോ വരെ ഭാരവും ഉണ്ടാകും. എന്നാൽ മൃഗശാലയിൽ വളർത്തുന്നവയ്ക്ക് അതിനേക്കാൾ ഭാരമുണ്ടാകാറുണ്ട്. ഇവയുടെ വാലിന് അതിൻ്റെ ഉടലിനോളം തന്നെ നീളമുണ്ടാകും. 2.5 സെന്റിമീറ്റർ നീളമുള്ളതും ഇടയ്ക്കിടയ്ക്ക് പൊഴിയുന്നതുമായ 60ഓളം പരുപരുത്ത പല്ലുകളും ഇവയ്ക്കുണ്ട്. പല്ലുകളുടെ അഗ്രം മാത്രമേ മോണയ്ക്ക് പുറത്തേക്ക് കാണുകയുള്ളൂ. തന്മൂലം ഭക്ഷണം ചവയ്ക്കുമ്പോൾ മോണ ഇടയ്ക്കിടെ മുറിയുന്നതിനാൽ ഉമിനീരിൽ എപ്പോഴും രക്താംശമുണ്ടാകും. ഇത് ഇവയ്ക്ക് വായ്ക്കുള്ളിൽ അപകടകാരികളായ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കിടയാക്കുന്നു. കാണുമ്പോൾ തന്നെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവികളാണ് കൊമോഡോ ഡ്രാഗണുകൾ. വളരെ ശക്തമായ മസിലുകളും കട്ടിയുള്ള തൊലിയും നീളമുള്ള 2ആയി പിരിഞ്ഞ നാക്കും ശക്തിയേറിയ നീളമുള്ള വാലുകളുമാണ് ഇവയുടെ പ്രത്യേകത. സൂക്ഷ്മമായ കേൾവിശക്തിയില്ല. 3 മീറ്റർ അകലെയുള്ള കാര്യങ്ങൾ കാണാനുള്ള കഴിവുണ്ടെങ്കിലും രാത്രിക്കാഴ്ച പരിമിതമാണ്. തൻ്റെ നാവിൻ്റെ സഹായത്തോടെ പദാർത്ഥങ്ങളെ രുചിച്ചും മണത്തുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കഴിവ് ഇരുട്ടിലും ഇവയെ സഹായിക്കുന്നുണ്ട്. നടക്കുമ്പോൾ തല ഇരുവശത്തോട്ടും മാട്ടുന്ന സ്വഭാവം കൊണ്ട് അനുകൂലമായ കാറ്റിൻ്റെ സഹായവും ഉണ്ടെങ്കിൽ ജീർണമാംസത്തെ 4 മുതൽ 9 കിലോമീറ്റർ അകലെ നിന്നേ തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും. ഉച്ചതിരിഞ്ഞാണ് ഇവ വേട്ടയാടാൻ ഇറങ്ങുക. ഭക്ഷിക്കാൻ കഴിയുന്ന എന്തിനേയും ഇവ ഭക്ഷണമാക്കും. മാനുകൾ, കാട്ടുപന്നികൾ, പക്ഷികൾ, കാട്ടുപോത്തുകൾ വരെ ഇവയുടെ ഭക്ഷണമാകാറുണ്ട്. ഇരയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവ ഇരയുടെ അടുത്തെത്തി ശാന്തമായി കിടക്കുകയും അവസരം ഒത്തുവരുമ്പോൾ വളരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്നു. ഇവയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടൽ ബുദ്ധിമുട്ടാണ്. അഥവാ ഇവയുടെ വായിൽ നിന്നും രക്ഷപ്പെട്ടാലും ഇര വളരെ നാളൊന്നും ജീവിച്ചിരിക്കില്ല എന്നതാണ് വാസ്തവം. ഇവയുടെ ഉമിനീരിലെ വിഷവും ബാക്ടീരിയകളുമാണ് ഇതിന് കാരണം. ഇരയെ കടിച്ച ശേഷം അതിനെ വേട്ടയാടി ഭക്ഷണമാക്കാൻ ഇവ കാത്തിരിക്കുന്ന ശരാശരി സമയം 34 മണിക്കൂറോളമാണ്. അതായത് ഒരു ഇരയെ കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മരണം വരെ മണിക്കൂറുകളോളം അതിനെ പിന്തുടർന്ന് കണ്ടെത്തി അതിനെ ഭക്ഷണമാക്കുന്നവരാണിവർ. അതുകൊണ്ട് തന്നെ അപാരമായ ക്ഷമയുള്ളവരാണിവരെന്നും പറയാം. ഈ അടുത്തിടെ വരെ കൊമോഡോ ഡ്രാഗണുകൾ ഇരകളിലേക്ക് കുത്തിവെക്കുന്നത് വിഷമാണോ ബാക്ടീരിയകളാണോ എന്നതിൽ സംശയമുണ്ടായിരുന്നു. എന്നാൽ 2005 മെൽബോൺ സർവകലാശാലയിൽ നടന്ന പഠനത്തിൽ കൊമോഡോ ഡ്രാഗന്റെ കടിയേറ്റാൽ ചെറിയ വിഷബാധയുണ്ടാകുമെന്ന് കണ്ടെത്തി. കൊമോഡോ ഡ്രാഗണുകളുടെ ഉമിനീരിൽ വളരെ വേഗത്തിൽ പെരുകുന്ന ബാക്ടീരിയകൾ ഇരയുടെ രക്തത്തിൽ വിഷബാധയുണ്ടാക്കുന്നു. കടിയേറ്റ ഇര ഉടനെ തന്നെ മരണപ്പെടാൻ സാധ്യതയില്ലെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിഷബാധയുടെ ഫലമായി അവരുടെ മരണം സുനിശ്ചിതമാണ്. സാധാരണയായി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഈ ജീവികൾ ഇരയെ ഭക്ഷിക്കാനോ ഇണചേരാനോ മാത്രമേ ഒരുമിക്കാറുള്ളൂ. 15 മുതൽ 30 മുട്ടകൾ വരെയാണ് പെൺ കൊമോഡോ ഡ്രാഗണുകൾ ഇടാറുള്ളത്. ഇതിനു പുറമെ ഇണചേരാതെയും പെൺഡ്രാഗണുകൾ മുട്ടയിടും. പെൺകോശം തന്നെ രണ്ടാമത്തെ സെല്ലായി പ്രവർത്തിക്കുകയും പുതിയ ജീവിയെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പാർത്തനോജനസിസ് എന്ന മാർഗത്തിലൂടെയാണിത് സംഭവിക്കുന്നത്. മറ്റു കൊമോഡോ ഡ്രാഗണുകൾ തന്നെ മുട്ടകൾ ഭക്ഷണമാക്കാറുള്ളതുകൊണ്ട് തന്നെ മുട്ടയിട്ടു കഴിഞ്ഞാൽ പെൺഡ്രാഗണുകൾ മാസങ്ങളോളം അതിന് കാവലിരിക്കും. സാധാരണയായി മുട്ടകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ മരങ്ങളിലാണ് കൂടുതൽ സമയവും ചിലവഴിക്കാറുള്ളത്. മറ്റു ഡ്രാഗണുകളെ ഭയന്നാണ് ഇങ്ങനെ ചെയ്യുന്നത്. വളർച്ച വന്നതിനു ശേഷം മാത്രമേ ഇവ നിലത്തിറങ്ങി ഇര തേടാറുള്ളൂ. അതുവരെ പല്ലികളെയും പ്രാണികളെയും പക്ഷികളെയും എല്ലാമാണ് ഇവ ഭക്ഷണമാക്കാറുള്ളത്. 30 വർഷങ്ങളോളമാണ് ഇവയുടെ ആയുർദൈർഘ്യം. പ്രായം കൂടുന്തോറും ഇവ ശക്തരായി കൊണ്ടിരിക്കും. ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെയിരിക്കാനും കഴിവുണ്ട്. കാരണം ഇവയുടെ വാലുകളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫാറ്റ് ഭക്ഷണമില്ലാതാകുമ്പോൾ ഉപയോഗിക്കുന്നു. ഇവയെ വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നതും ഈ വാലുകളാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവയും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1980കളിൽ തന്നെ ഇന്തോനേഷ്യയിൽ കൊമോഡോ നാഷണൽ പാർക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. കൊമോഡോ ഡ്രാഗണുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Yeah.